എത്ര വലിയ ഏകാധിപതിയായി നിന്നാലും CPM എന്ന പാർട്ടി അടക്കി ഭരിച്ചാലും ഞാനല്ലാതെ മറ്റാരുമില്ല, ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് പലകുറി ചോദിച്ചാലും CPM പ്രവർത്തകരും സഖാക്കളും ജനങ്ങളും എതിര് നിന്നാൽ പിണറായി വിജയന് എല്ലാം വിട്ടൊഴിയേണ്ടി വരും. തീർച്ചയായിട്ടും അതുതന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് ഡൽഹിയിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മകൾക്കെതിരെയും പിതാവിനെതിരെയും ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ ജില്ലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയും അടക്കം എതിര് നിന്നിട്ടും അതൊക്കെ വകവയ്ക്കാതെ പാർട്ടിയെ അടക്കി ഭരിക്കാനായി, മരുമകനെ മുമ്പോട്ട് കൊണ്ടുവരാനായി KN ബാലഗോപാലിനെ ചവിട്ടി ഒതുക്കിക്കൊണ്ട് ഞെളിഞ്ഞു നിൽക്കുന്ന പിണറായി വിജയന് അന്തം വിട്ട പണി വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. MA ബേബി ഒരു വേള ഭയന്ന് അടുത്ത് നിൽക്കില്ലായിരിക്കും. പക്ഷേ പോളിറ്റ് ബ്യൂറോ എന്ന സംവിധാനം, കേന്ദ്ര കമ്മിറ്റി എന്ന സംവിധാനം ഇതൊക്കെ തന്നെ എതിർത്ത് കഴിഞ്ഞാൽ പിണറായി വിജയന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തെ എതിർക്കുന്നവർ കുറവായിരിക്കും. എന്നാലും ഇത് ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നത്. മകൻ ലഹരി കേസിൽ പ്രതിയായപ്പോൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം അനാരോഗ്യം കാരണം പറഞ്ഞു എങ്കിലും അദ്ദേഹം മാന്യമായി മാറുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞു. ഇവിടെ മകൾക്കെതിരെ ഒരു അന്വേഷണത്തിന് ആളെത്തിയപ്പോൾ സഖാക്കളെ ആളെ വിളിച്ചുകൂട്ടി അവരെ അടിച്ചോടിക്കാനാണ് ശ്രമിച്ചത്. മകൾ വീണ വിജയൻ പ്രതിയായാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോളിറ്റ് ബ്യൂറോ കടുത്ത നിലപാടിലേക്ക് എത്തുകയാണ്. പിണറായിയെ മാറ്റാൻ CPMൽ കടുത്ത സമ്മർദ്ദം ശക്തമാകുന്നു. ED നീക്കങ്ങൾ ഇനി പിണറായിക്ക് നിർണായകമാകും എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് പ്രതിയാവുകയോ അറസ്റ്റ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയേണ്ടി വരും. പാർട്ടിയുടെ മറ്റ് ഘടകങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനം ഉണ്ടെങ്കിൽ, വേറൊന്നുമില്ല, കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, അതൊക്കെ തന്നെ ഒഴിയേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇതിനകം തന്നെ CPMൽ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ EDക്ക് മുന്നിൽ വീണ വിജയൻ തുടർച്ചയായി ഹാജരായത് പിണറായി വിജയനെയും ഒക്കെ തന്നെ വലിയ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മകൻ മയക്കുമരുന്ന് കേസിൽ ജയിലിലായപ്പോൾ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ പിണറായിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. സ്വന്തം മകൾ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയാവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ, അതും ഈ തകർന്നടിഞ്ഞ് തോറ്റു നിൽക്കുന്ന അവസ്ഥയിൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കും. ഭാവിയിൽ വലിയ ദോഷമെന്ന പാർട്ടിക്ക് ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. CMRL കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വീണ നൽകിയ മൊഴികളിലെ അവ്യക്തതകൾ ED പ്രശ്നമാക്കിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകളും അറസ്റ്റും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വീണയ്ക്ക് പണം ലഭിച്ച കാലയളവിൽ CMRLന് സർക്കാർ തലത്തിൽ വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ED കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതുപോലെ SFIയുടെ കണ്ടെത്തലുകളും EDക്ക് ലഭിച്ച മൊഴികളും തമ്മിൽ പൊരുത്തക്കേടുകൾ വീണയെ കൂടുതൽ കുരുക്കിലാക്കുന്നു. അന്വേഷണം പിണറായിയിലേക്കും ഒന്നാം പിണറായി സർക്കാരിലെ പല ആളുകളിലേക്കും എത്താൻ CPMലേക്ക് തന്നെ നേരിട്ട് AKG സെന്ററിലേക്ക് തന്നെ, കാരണം വീണയുടെ അഡ്രസ് AKG സെന്ററാണ്, AKG സെന്ററിലേക്ക് തന്നെ എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. എന്തായാലും വലിയ കുരുക്കിലേക്ക് CPMും അല്ലെങ്കിൽ CPM എന്ന ലേബലിൽ അറിയപ്പെടുന്ന പിണറായിയും അല്ലെങ്കിൽ CPM എന്ന പാർട്ടി പിണറായി മാത്രമാണ്. പിണറായിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒന്നുമില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും. അതിനു മുൻപ് മരുമകനെ എങ്ങനെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അടുത്ത പ്രതിപക്ഷ നേതാവാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പദവി കൊടുത്ത് ഇനി 2031 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാണിക്കുകയോ ചെയ്യുകയാണ് പിണറായിയുടെ ലക്ഷ്യം. അതിനു മുൻപായിട്ട് എല്ലാം തെറിച്ച് താഴെ വീഴുമോ എന്നുള്ള ഭയമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പിണറായിയെ പിടികൂടിയിരിക്കുന്നത്.